മാധ്യമപ്രവർത്തനമാണോ രാഷ്ട്രീയമാണോ വീണാ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയത്? ഇതിൽ ആസ്വാദനം എന്നുള്ളതല്ല, പക്ഷേ രണ്ടും കഠിനാധ്വാനമാണ്. ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും വേണം. ഇപ്പം പൊതുപ്രവർത്തന രംഗത്തും നല്ലതായിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്താലും, കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണേ, ഒന്ന് കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം ആ കാര്യം എന്താണ്. അപ്പോൾ നമ്മൾ B.Ed പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ടു ടീച്ച് ജോൺ മാത്സ് യു ഹാവ് ടു നോ മാത്സ് ആൻഡ് യു ഹാവ് ടു നോ ജോണിനെ അറിയണം, മാത്സും അറിയണം. അപ്പം നമുക്ക് ഈ പൊതുപ്രവർത്തന രംഗത്ത് തീർച്ചയായിട്ടും കാര്യങ്ങൾ പഠിക്കുക, ആളുകൾ സെൻസിറ്റീവ് ആയിരിക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വി ആർ മോർ റെസ്പോൺസിബിൾ ടു ദ പീപ്പിൾ. നമ്മളെ വിശ്വാസർപ്പിച്ച മനുഷ്യരുണ്ടല്ലോ, നമ്മളെ നമ്മുടെ കയ്യിലൊന്ന് പിടിച്ച് പോകുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിൽ ഇപ്പോൾ എന്താണ്, ഒരു ശുപാർശയ്ക്ക് പോലും ചിലപ്പോൾ എത്തപ്പെടാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ അവരോട് സെൻസിറ്റീവും റെസ്പോൺസിബിളായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കരുതുന്നു ഈ ഒരു പൊതുപ്രവർത്തനം എല്ലാത്തിനും ഹാർഡ് വർക്ക് വേണം. ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയാലും നമ്മൾ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കണമെങ്കിൽ 2 മണിക്കൂർ പ്രിപ്പയർ ചെയ്യും. പിന്നെ എല്ലാത്തിനും ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ താങ്കളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാനും കുറേയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും പൊതുപ്രവർത്തന രംഗം അതൊരു സംതൃപ്തി കൂടി കിട്ടും. അതാണ് ഭയങ്കര സംതൃപ്തി. അതിന് മാറ്റിവെക്കാൻ അതിന് മാറ്റിവെക്കാൻ ഒന്നും പറ്റില്ല. ഇന്നലെ ഞാൻ മണ്ണാക്കടവ് പാലില്ലേ, അവിടുത്തെ പാടശേഖര സമിതി ഇന്നലെ ഇവിടെ പായസം വെച്ച് എല്ലാവർക്കും കൊടുത്തു. അവിടെ എത്തിയ ആളുകളുടെ എണ്ണം എത്രയാണെന്നറിയില്ല. ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രാമം മുഴുവൻ വന്നു. ഇമോഷണലായി ആളുകൾ. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു കടത്തുവള്ളം ചെയ്തതും പോയതും നീന്തൽ പഠിച്ചതും. അതുപോലെ ഇപ്പോൾ SMA നമ്മളുടെ ഇപ്പോൾ ആരോഗ്യരംഗത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെയർ ഡിസീസ്, അപൂർവ രോഗമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാളുമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ കുറേ വിഷമങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പാവം. സ്പൈനൽ മസ്കുലർ അട്രോഫി. എത്ര വയസ്സുള്ള ആൾ? ഈ 25 now. ജസ്റ്റ് 18 വയസ്സ് വരെ നോർമൽ മെൻഷനായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് വീൽ ചെയറിലായത്. ഓക്കെ. എറണാകുളത്തുള്ള അറിയായിരിക്കും നിങ്ങൾക്ക്, ഭയങ്കര ഫേമസ് ആ പുള്ളി. ജെറിനെ മാഡത്തിന് വരെ ജെറിന് അറിയാം. ജെറിന് എല്ലാവരും അറിയാം. ജെറിന് വളരെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാ. എന്ന് വെച്ചാൽ ജെറിന്റെ കാര്യം മാത്രമല്ല, ജെറിൻ കുറേ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പൈനൽ മസ്കുലർ അട്രോഫിയുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ അതുപോലുള്ള അപൂർവ രോഗങ്ങളിൽ ഒരു വയൽ മെഡിസിൻ 1.5 ലക്ഷം രൂപയാണ്. കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ അറിയത്തില്ല, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കമന്ന് വീഴുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള തല നേരെ പിടിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അറിയുന്നത്. അപ്പോഴേക്കും ചിലപ്പോൾ യങ് പേരൻസും അല്ലേ, എവിടെ നിന്ന് ഈ 1.5 ലക്ഷം രൂപ ഒരു വയലിന് കണ്ടെത്തും. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു പ്രോജക്റ്റ് ആരംഭിച്ചു, കേരള യുണൈറ്റഡ് അഗൈൻസ്റ്റ് റെയർ ഡിസീസസ്. നമുക്കൊരു ഫണ്ട് ഒന്നുമില്ല, ബജറ്റും ഇതും ഉണ്ടായിരുന്നില്ല, പക്ഷേ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു തുടങ്ങണം. നമ്മളൊരു ആളുകൾ ഫണ്ട് ചെയ്യും, CSR ഫണ്ടിങ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് തുടങ്ങി. 2024 തുടങ്ങി. 5 വയസ്സിലാണ് തുടങ്ങി കേട്ടോ. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ മെഡിസിൻ. അത് 6 വയസ്സാക്കി, 7 വയസ്സാക്കി, 12 വയസ്സാക്കി. ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്, നമ്മുടെ ബജറ്റിൽ 50 കോടി രൂപ അനുവദിച്ചു. അപ്പോൾ ഇപ്പോൾ നമുക്ക് 25 വയസ്സ് വരെയുള്ളവർക്ക് ഫ്രീ മെഡിസിൻ കൊടുക്കാൻ പറ്റും. ഞാനൊരു അതിലൊരു കാര്യം, സിയ എന്ന് പറഞ്ഞൊരു മകളുണ്ട് കോഴിക്കോട്, വളരെ മിടുക്കിയ. അപ്പോൾ ഇതിന് നട്ടെല്ലും വളയും. അപ്പോൾ അതിന് പല വേരിയൻസ്. അപ്പോൾ അതിന് സ്കോളിയോസിസ് സർജറി ഉണ്ട്, നട്ടെല്ല് നിവർത്തുന്ന സർജറി. അപ്പോൾ ആ മോളെന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ ഇരുന്ന് വായിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഫ്രീ ആയിട്ട് സർജറിയും ആരംഭിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആദ്യം ആ മോൾ വന്ന് ചെയ്യുന്നത്. ഇപ്പോൾ തൃശ്ശൂരും മറ്റേ മെഡിക്കൽ കോളേജിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിയ ഇവിടെ നിന്ന് സർജറി കഴിഞ്ഞിട്ട് കോഴിക്കോട് പോയിട്ട് സിയ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു വാചകവും ഇതിൻ്റെ അതിനേക്കാളും ബെറ്ററായിട്ട് എൻ്റെ ജീവിതകാലം ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. സിയ പറഞ്ഞൊരു കാര്യം, എനിക്ക് യാത്ര ചെയ്യുമ്പോൾ കടൽ കാണാം,
മനുഷ്യരെ കാണാം, മരങ്ങൾ കാണാം, ലോകം കാണാം. എനിക്കിപ്പോൾ നിവർന്നിരുന്ന് പഠിക്കാം. ഓക്കെ. നമ്മൾ ഇവരെ നമുക്ക് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ നമുക്ക് അവരുടെ ലൈഫ് കുറച്ച് ഈസി ആക്കി കൊടുക്കാം, ബെറ്റർ ആക്കി കൊടുക്കാം. ഡെഫിനറ്റ്ലി വി ക്യാൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. Yeah. ദാറ്റ് വി ഡെഫിനറ്റ്ലി ക്യാൻ ബി ഡൺ. സോ ഞാൻ പറഞ്ഞത് ഈ സന്തോഷങ്ങളില്ലേ അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പൊതുപ്രവർത്തനം എന്നുള്ളത് ഒരുപാട് മനസ്സിന് സന്തോഷവും സംതൃപ്തിയും ഒക്കെ നൽകുന്നതാണ്.